ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ചെമ്പനീർ പൂവ് സീരിയലിന്റെ ഇനി വരാനിരിക്കുന്ന ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ ഒരു കഥയിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാണ്. പുള്ളിക്കാരി അലമാരിയിൽ വെച്ച കാശ് 1,00,000 രൂപയോളം ഉണ്ട്. അത് കാണാനില്ല. അത് തന്നെയാണ് ആശാട്ടിയുടെ ഏറ്റവും വലിയൊരു വിഷയവും. അങ്ങനെ നമ്മുടെ ചന്ദ്ര വീട് മുഴുവനും കുലുക്കി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സച്ചിയും രേവതിയും ഒക്കെ അങ്ങോട്ട് വന്നു. എന്താ അമ്മ, എന്താ ബഹളം വെക്കുന്നത്, എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ ചന്ദ്രയാണെങ്കിലോ, അതെ, എൻ്റെ അലമാരിയിൽ വെച്ചിരുന്ന 1,00,000 രൂപ അത് കാണാനില്ല. എനിക്ക് നിന്നെയും അതുപോലെ തന്നെ നിന്റെ ആങ്ങളെയും ആടി സംശയമൊന്നും പറഞ്ഞ് രേവതിയുടെ മെക്കിട്ട് കയറുകയാണ് നമ്മുടെ ചന്ദ്ര. അപ്പൊ രേവതി പറയുന്നുണ്ട്, അമ്മ, എന്നെ നിങ്ങൾക്ക് എന്ത് വേണേലും പറയാം. എന്നെ പറ്റി പറഞ്ഞാൽ തിരിച്ചു ചോദിക്കാൻ എനിക്ക് എൻ്റെ ഭർത്താവ് പോലും ഉണ്ടാവില്ല. പക്ഷേ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന എൻ്റെ അനുജനെ കുറിച്ചിട്ട് വല്ലതും പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല എന്ന് തന്നെ അവൾ അവിടെ വെച്ച് പറയുകയാണ്. അങ്ങനെ ചന്ദ്രമതിയുടെ ബഹളമൊക്കെ മൂത്ത് വന്നപ്പോഴത്തേക്കിനും സച്ചിയും അതുപോലെ തന്നെ രവിയും ബാക്കിയുള്ള എല്ലാവരും അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പം ഇവരൊക്കെ വന്നിട്ട് ചോദിച്ചു, എന്താ ചന്ദ്രേ, എന്താ നിന്റെ പ്രശ്നമെന്ന് രവിയും ചോദിച്ചു. അപ്പോഴാണ് ചന്ദ്ര പറയുന്നത്, അതെ, ഇവളുടെ ആങ്ങള കഴിഞ്ഞ ദിവസം ഈ വീട്ടിൽ വന്നല്ലോ, അവനായിരിക്കും എൻ്റെ 1,00,000 രൂപ അടിച്ചു മാറ്റിയത്. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുമ്പോഴാണെങ്കിലും നമ്മുടെ സുധി ചെറിയൊരു തിരിമറിയൊക്കെ നടത്തുകയാണ്. അതുവഴിയേ പറയാം. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി നമ്മുടെ ശരത്തിനെ കുറിച്ചിട്ട് വളരെ മോശമായിട്ടൊക്കെ പറഞ്ഞു. ശരത്ത് ഈ വീട്ടിൽ വന്നതും അവനാണ് ഇതിനൊക്കെ പിന്നിലെന്നും ഇവളാണ് അവനെല്ലാം വേണ്ട ഒത്താശയൊക്കെ ചെയ്തു കൊടുത്തതെന്നും രേവതിയെക്കുറിച്ചും പറഞ്ഞു. ഇതൊക്കെ രേവതിയെ സംബന്ധിച്ചിടത്തോളം താങ്ങാവുന്നതിനും അപ്പുറമാണ്. അങ്ങനെ അവള് വിഷമിച്ച് നിൽക്കുമ്പോഴത്തേക്കിനും സച്ചിക്ക് ഇതൊന്നും കണ്ട് സഹിച്ചില്ല. സച്ചി പറയുന്നുണ്ട്, അതെ അമ്മേ, നിങ്ങളുടെ മൂത്ത പുത്രൻ എൻ്റെ അച്ഛൻ്റെ 50 ലക്ഷവുമായിട്ട് മുങ്ങി. പോരാഞ്ഞിട്ട് ആ പൈസ കൊണ്ടുപോയി അവൻ്റെ കാമുകിക്ക് കൊടുത്തു. ഇതിനൊന്നും അമ്മയ്ക്ക് ഇത്ര വലിയ പ്രശ്നം ഇല്ലായിരുന്നോ? ഇത് സത്യങ്ങളൊന്നും അറിയാതെ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ്റെ തലയിൽ കേസ് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, ഇതൊന്നും ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് സച്ചി ദേഷ്യപ്പെടുമ്പോഴത്തേക്കിനും രേവതി പറഞ്ഞു, അതെ, നിങ്ങൾക്ക് ഒരു അവകാശവും ഇല്ല എൻ്റെ ആങ്ങളെ പറയാനായിട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നെ പറയാം, അല്ലാതെ എൻ്റെ വീട്ടുകാരെ പറഞ്ഞാലുണ്ടല്ലോ, എൻ്റെ അമ്മ ഞങ്ങളെയൊന്നും ആ രീതിയിലല്ല വളർത്തിയെന്ന് പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞ സംഭവം നമ്മുടെ ചന്ദ്രമതിക്ക് നന്നേ കൊണ്ടു. ചന്ദ്ര പറഞ്ഞു, എടി, നീ എന്താ പറഞ്ഞു വന്നത്? നീ ഇപ്പൊ പറഞ്ഞു വന്നതിനർത്ഥം ഞാൻ എൻ്റെ മക്കളെ കള്ളന്മാരാക്കിയാണ് വളർത്തിയതെന്ന് അല്ലേ? എൻ്റെ ബാക്കി 2 മക്കളും നല്ല പൊന്നുപോലത്തെ മക്കളാടി. ഈ നിൽക്കുന്ന, അതായത് നിന്റെ ഭർത്താവ് മാത്രമേ ഉള്ളൂ ഇങ്ങനെ തെറിച്ചു പോയത്. അവനാടി ജയിലിലൊക്കെ കിടന്നത് എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ അപമാനിക്കുമ്പോഴത്തേക്കിനും സച്ചി പറഞ്ഞു, അതെ, ഞാൻ അന്ന് ജയിലിൽ പോയത് കൊണ്ടാണ് മറ്റു ചിലർ ഇവിടെ ഞെളിഞ്ഞു നിൽക്കുന്നത്. എനിക്കതൊന്നും പറയാനറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ല. നിങ്ങൾ എന്നെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ രവി പറഞ്ഞു, എൻ്റെ ചന്ദ്രയെ നീ ഒന്ന് നിർത്ത്. എത്ര നേരമായി നീ ഇങ്ങനെ ബഹളം വെക്കാൻ തുടങ്ങിയിട്ട്? നിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് എന്താ മനസ്സിലാവാത്തത് എന്നൊക്കെ രവി ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ ഇവിടെ ഈ വഴക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മുറുകിക്കൊണ്ടിരിക്കുമ്പോൾ ശ്രുതി പറഞ്ഞു, ഞങ്ങളാണെങ്കിൽ എന്ത് ചെയ്യാനാ, ഞങ്ങൾ നല്ല വീട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പതാ ഈ വീട്ടിലാണെങ്കിൽ ഫുൾ ടൈം അടി തന്നെയാണ്. ഈ സച്ചി വെള്ളം അടിച്ച് വന്നിട്ട് അങ്ങനെ വിഷയം. പിന്നെ ശ്രുതിയെ എന്തിനാ ഈ സച്ചി എപ്പോഴും ഇങ്ങനെ അപമാനിക്കുന്നത് എന്നൊക്കെ ശ്രുതി ചോദിക്കുമ്പോഴത്തേക്കിനും, അതെ, എൻ്റെ ഭർത്താവ് നിന്റെ ഭർത്താവിനെ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാവുമെന്ന് രേവതി മറുപടി കൊടുക്കുകയാണ്. രേവതിയുടെ ഈ വർത്തമാനമൊക്കെ കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്ക് വീണ്ടും ദേഷ്യമായി. ചന്ദ്ര പറയുന്നുണ്ട്, അതെ, നീ വെറും ഒരു പൂക്കാരിയുടെ മോളാണ്. നീ ആ രീതിയിൽ മാത്രം സംസാരിച്ചാൽ മതി. നീ പറഞ്ഞു പറഞ്ഞ് എൻ്റെ ശ്രുതിമോളുടെ മെക്കിട്ട് കയറാൻ നിൽക്കണ്ട. ഈ ചന്ദ്രമതി ഒന്നാമത് എൻ്റെ 1,00,000 രൂപയാണ് പോയിരിക്കുന്നത്. ഇനി എനിക്കിത് സഹിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് ഇവളാണെങ്കിൽ കിടന്ന് ഒച്ചപ്പാടും ബഹളവും ആക്കി. ഈ സമയമാണെങ്കിലും മുറ്റത്ത് ഒരു പുള്ളിക്കാരൻ വരികയാണ്. പുള്ളി ഒരു ട്രാവൽ ഏജൻസിയിൽ നിന്ന് വന്നതാണ്. അങ്ങനെ സുധി സാറേ, സാറിനൊരു കൊറിയർ ഉണ്ടല്ലോ എന്നും പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്കിനും എല്ലാവരും അവനെ സുധിയെ തന്നെ നോക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോഴാണെങ്കിൽ സുധിയുടെ കയ്യിൽ 2 എയർ ടിക്കറ്റ്സ് ആണ്, 2 സിംഗപ്പൂരേക്ക് പറക്കാൻ, അതും ഹണിമൂണിന് പറക്കാനായിട്ട്. അങ്ങനെ ഇവൻ അമ്മയുടെ 1,00,000 രൂപ അടിച്ചു മാറ്റിയിട്ട് സിംഗപ്പൂരേക്ക് പറക്കാനുള്ളൊരു പ്ലാൻ ആയിരുന്നു. അവിടെ വെച്ച് ചന്ദ്രമതിക്ക് പിടികിട്ടി ഇത് തന്നെയാണ് താൻ വെച്ചിരുന്ന ആ ഒരു കവറ്. അപ്പം
സാറേ ഇതിന്റെ ബാക്കി പൈസ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഞങ്ങള് കറക്റ്റ് എമൗണ്ട് തന്നെയായി എടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും എടുത്തിട്ടില്ല എന്നും പറഞ്ഞ് ആ കൊറിയർ ബോയ് കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പം സുധിക്ക് എവിടുന്നാ പൈസ? സുധി 10 പൈസയുടെ പണി എടുക്കാത്തവനാണ്, ഇതെങ്ങനെയാണ്, എങ്ങനെ ശരിയാകും എന്നൊക്കെ പറഞ്ഞു നമ്മുടെ സച്ചി അങ്ങ് ചോദിക്കാൻ ചെല്ലുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണെങ്കിലോ നമ്മുടെ സുധി ഈ കിട്ടിയ ടിക്കറ്റുമായിട്ട് പെട്ടെന്ന് തന്നെ റൂമിലേക്ക് കയറി പോകാൻ തുടങ്ങി. അന്നേരം സച്ചി പറഞ്ഞു, നിക്കടാ അവിടെ, നീ അങ്ങനെ അങ്ങ് നല്ല പിള്ളയാവാതെ, നീ പറഞ്ഞല്ലോ ശരത്താണ് കാശ് മോഷ്ടിച്ചതെന്ന്, അങ്ങനെയാണെങ്കിൽ ഒരു എയർ ടിക്കറ്റിന് എത്ര രൂപ വെച്ചായിട്ടുണ്ട്? സത്യം പറയടാ, നീയല്ലേ കാശ് മോഷ്ടിച്ചെന്ന് ചോദിച്ചു. അങ്ങനെ ഒരു നിവർത്തിയില്ല, സച്ചിയാണെങ്കിൽ പിടിച്ച പിടിയാലെ നിൽക്കുകയാണ്. അവസാനം സഖി കേട്ട് സുധി പറഞ്ഞു, അതേടാ ഞാൻ തന്നെ എടുത്തത്, എന്താ നിനക്ക് വേണ്ടേന്ന് ചോദിച്ചു. അപ്പം കാര്യങ്ങളൊക്കെ മാറി മറിയുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി ആണെങ്കിലും പെട്ടെന്ന് തന്നെ കളം മാറ്റി ചവിട്ടുക. അയ്യോ സോറി രവിയേട്ടാ, ഞാൻ മറന്നുപോയി, ദേ ഇവന് ഈ 1 ലക്ഷം രൂപ ഞാൻ കൊടുത്തത് ഞാൻ ഓർത്തില്ല, മോനെ സോറിയടാ, അമ്മയ്ക്കൊരു അബദ്ധം പറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര പൊട്ടം കളിക്കുമ്പോഴത്തേക്കിനും മകനെ രക്ഷിക്കാനുള്ള ഒരമ്മയുടെ പെടാപ്പാടാണ് ഇതെന്നുള്ള കാര്യം നമ്മുടെ സച്ചിക്ക് പിടികിട്ടി. സച്ചിയാണെങ്കിൽ നിങ്ങളുടെ നാടകം കഴിഞ്ഞോ? ഇത്രയും സമയവും രേവതിയെയും അവളുടെ ആങ്ങളെയും കുറിച്ച് നിങ്ങൾ എന്ത് മോശമായിട്ടാണ് സംസാരിച്ചത്? നിങ്ങൾക്കിപ്പോൾ സമാധാനം ആയോ എന്ന് സച്ചി ചോദിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ എൻ്റെ ഭാര്യയുടെ അടുത്ത് മാപ്പ് പറയണമെന്ന് സച്ചി പറഞ്ഞു. അങ്ങനെ നമ്മുടെ ശ്രുതിയും അതുപോലെ തന്നെ സുധിയും ഒക്കെ നോക്കി നിൽക്കെ ചന്ദ്രമതിക്ക് ആ ഒരു സാഹസം കൂടെ ചെയ്യേണ്ടി വരികയാണ്. രേവതിയുടെ മുന്നിൽ രേവതിയോട് മാപ്പ് ചോദിച്ചു. രേവതി ആണെങ്കിലും ഒന്നും പറയാനില്ല, എന്ത് പറഞ്ഞാലാ, ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവസാനം തന്റെ അനുജനെ പോലീസിനെ കൊണ്ടുവരെ പിടിപ്പിക്കുമെന്ന് പറഞ്ഞതാണ് ചന്ദ്രമതി. അങ്ങനെ ചന്ദ്രയുടെ മുന്നിൽ ഇങ്ങനെ നോക്കി നിന്നു. അതിനുശേഷമാണെങ്കിലോ ചന്ദ്രമതി നേരെ റൂമിലേക്ക് പോയിന്ന ആ ഒരു സമയമാണെങ്കിൽ സുധി ഈ ഒരു എയർ ടിക്കറ്റുമായിട്ട് അവനും റൂമിലേക്ക് പോയി. സുധിയുടെ റൂമിലേക്ക് ചന്ദ്ര ചെന്നിട്ട് സുധിയെ പിടിച്ച് പൊതിരെ തല്ലുകയാണ്. എടാ നീ എന്തിനാടാ ഇങ്ങനെയുള്ളൊരു പരിപാടി കാണിച്ചത്? നീ ആ കാശ് എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ നിനക്ക് ഞാൻ പൂർണ്ണ മനസ്സോടുകൂടി തരുമായിരുന്നല്ലോ. എന്നിട്ട് അവൻ ആൾക്കാരുടെ മുന്നിൽ, അതും ആ ഒരു പൂക്കാരിയുടെ മുന്നിൽ എന്നെ നാണം കെടുത്തി. അവളോട് ഞാൻ മാപ്പ് പറയേണ്ട അവസ്ഥ വരെ വന്നില്ലേ? നീ ഒറ്റൊരുത്തനാടാ ഇതിനൊക്കെ കാരണമെന്നും പറഞ്ഞിട്ട് സുധിയെ പൊതിരെ തല്ലുകയാണ്. അപ്പൊ സുധി പറഞ്ഞു, അമ്മ എന്നോട് ക്ഷമിക്കണം, ശ്രുതി ഇങ്ങനെയുള്ളൊരാഗ്രഹം പറഞ്ഞു, ഞാനാണെങ്കിൽ ഇപ്പൊ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതെ ഇരിക്കുവല്ലേ, ഞാൻ എങ്ങനെ അവളെ സിംഗപ്പൂർ കൊണ്ടുപോകുന്നത്, അമ്മ എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലും നമ്മുടെ രേവതി തൻ്റെ വീട്ടുകാരെയും തന്നെയും തൻ്റെ സഹോദരനെയും ഒക്കെ അപമാനിച്ചല്ലോ ചന്ദ്ര. ആ കാര്യങ്ങളൊക്കെ ആലോചിച്ച് റൂമിൽ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അവളുടെ അടുത്തേക്ക് നമ്മുടെ സച്ചി ചെന്നു. സച്ചി ചെന്ന പാടെ തന്നെ, അതെ നീ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, നമ്മുടെ അമ്മയുടെ സ്വഭാവം ഇതാണെന്ന് നിനക്കറിയാലോ, പിന്നെ എന്തിനാ നീ സങ്കടപ്പെടുന്നത്, നിനക്ക് ഞാനില്ലേ എന്ന് പറഞ്ഞിട്ട് അവളുടെ കവിളിൽ ഉമ്മ കൊടുക്കുകയാണ്. അപ്പൊ സച്ചിക്ക് അവളോടുള്ള ആ ഒരു സ്നേഹം അത് അവിടെ വെച്ച് ഇങ്ങനെ പ്രകടിപ്പിക്കുമ്പോഴത്തേക്കിനും രേവതിക്കും വലിയ സന്തോഷമായി. അങ്ങനെ പിറ്റേ ദിവസം വളരെയധികം സന്തോഷത്തോടു കൂടി എഴുന്നേക്കുന്ന രേവതിയെ കാണുമ്പോൾ ചന്ദ്രമതി അന്തം വിട്ട് നിൽക്കുകയാണ്. ഇതെന്താണ്, കാര്യങ്ങളൊക്കെ മാറുകയാണല്ലോ, എന്തോ ഒരു കാര്യം ഇവർക്കിടയിൽ സംഭവിക്കുവാണല്ലോ എന്നൊക്കെ ചന്ദ്ര ഇങ്ങനെ ആലോചിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ആ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ആകുന്നത്. അപ്പോൾ അതാ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിക്കുകയാണ്. അപ്പോൾ ഓക്കെ, താങ്ക്